തിരുവനന്തപുരം വാഴോട്ടുകോണം കൗൺസിലർ ആർ സുഗതന് ജാമ്യം. പോലീസിനെ ആക്രമിച്ചെന്ന കേസിൽ ഉൾപ്പെടെയാണ് ജാമ്യം. നെടുമങ്ങാട് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. വിവരങ്ങളുമായി ദിലീപ് കുറ്റിച്ചൽ ചേരുകയാണ്. ദിലീപ്, നെടുമങ്ങാട് കോടതിയാണ് സുഗതന് ജാമ്യം അനുവദിച്ചിരിക്കുന്നതിന് മറ്റു വിവരങ്ങൾ കൂടി. കെ.പി. സുരേഷ് കള്ളക്കേസുമായി ബന്ധപ്പെട്ടാണ് ഈ സുഗതനെതിരെ ഇത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്തത്. എന്തായാലും സുഗതനും അതുപോലെ തന്നെ ബി.ജെ.പിക്കും വളരെയധികം ആശ്വാസകരമായ ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു ഉത്തരവാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. അതായത് വട്ടിയൂർക്കാവ് രജിസ്റ്റർ ചെയ്ത 2 കേസുകളിലാണ് വാഴോട്ടുകോണം കൗൺസിലറായ ആർ സുഗതന് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ആദ്യം മുതൽക്കേ തന്നെ രാഷ്ട്രീയ പ്രേരിതമായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തടക്കം. പ്രത്യേകിച്ച് ഈ തിരുവനന്തപുരം നഗരസഭയെ അട്ടിമറിക്കുന്നതിന് വേണ്ടി, അതായത് ഭരണം അട്ടിമറിക്കുന്നതിന് വേണ്ടി ആദ്യം മുതൽക്കേ തന്നെ UDF നടത്തിയ ഒരു നാടകമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു വേജ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. ഇത് സംബന്ധിച്ച് ആദ്യം മുതൽക്കേ തന്നെ സുഗതൻ വ്യക്തമാക്കുന്നത് താൻ നിരപരാധിയാണ് നടക്കമുള്ള കാര്യം തന്നെയാണ് കോടതിയിലും അതോടെ തന്നെ പോലീസ് സ്റ്റേഷനിൽ വ്യക്തമാക്കിയത്. പക്ഷേ അതിൽ നിന്നും പോലീസിന്റെ കുറച്ച് ക്രിമിനൽ പശ്ചാത്തലമുള്ള പോലീസുകാരാണ് ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും അതോടൊപ്പം തന്നെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നെടുമങ്ങാട് കോടതിയിൽ സമീപിക്കുകയും ചെയ്തത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഉത്തരവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും വളരെ ആശ്വാസകരമായ കാര്യമാണ്. പ്രത്യേകിച്ച് ഈ കള്ളക്കേസുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കെ.പി. സുരേഷ്, ദിലീപാണ് വിശദാംശങ്ങൾ നൽകിയത്.